A+2 സ്വാഗതം. സംസ്ഥാനത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് സംസ്ഥാനത്തെ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ് ഈ പദ്ധതി. ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭൂമി ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള ആസ്തികളും ഈ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡിൽ ഉൾപ്പെടുത്തും. ഇതിനു വേണ്ടി ഇപ്പോൾ 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്രകാരമാണ്. ഒരാളുടെ പേരിലുള്ള ഭൂമി, ആ ഭൂമിയുടെ സ്വഭാവം, അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ഭൂമി ഏത് തരത്തിൽപ്പെട്ടതാണ്, കരഭൂമിയാണോ, നെൽവയൽ കൃഷി നടത്തുന്ന ഭൂമിയാണോ, അതോ എസ്റ്റേറ്റ് ഭൂമിയാണോ, തണ്ണീർത്തടമാണോ എന്നുള്ള വിവരങ്ങളെല്ലാം കാണിക്കുന്നതാണ് ഭൂമിയുടെ സ്വഭാവം. അതുപോലെ ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ വിസ്തീർണം എത്രയാണ്, കെട്ടിടത്തിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്, കെട്ടിടത്തിൻ്റെ നമ്പർ ഏതാണ്, കെട്ടിടത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനം നൽകുന്ന നമ്പർ എന്താണ്, ആ കെട്ടിടം കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ, ആ കെട്ടിടം ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ആ ഭൂമിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരം ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടി കാർഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ആ വസ്തുവിൻ്റെ മേൽ ഉള്ള ബാധ്യതകൾ എന്തൊക്കെയാണോ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. ആ വസ്തുവിന്മേൽ എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, ആ വസ്തു പണയപ്പെടുത്തിയിട്ടുണ്ടോ, വസ്തുവിൻ്റെ മേൽ ഇപ്പോൾ ജപ്തി സംബന്ധിച്ച ഏതെങ്കിലും നടപടികൾ വന്നിട്ടുണ്ടോ, ഈ വസ്തുവിന്മേൽ നികുതി കുടിശ്ശിക ഏതെങ്കിലും ഉണ്ടോ എന്നിവയെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി കാർഡിനകത്ത് ഉണ്ടാകും. ഈ പ്രോപ്പർട്ടി കാർഡിലെ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനിലൂടെ തന്നെ ഈ നേരത്തെ പറഞ്ഞ വിവരങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ബാധ്യതാ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ഏത് സർട്ടിഫിക്കറ്റ് വാങ്ങിയാലും അതെല്ലാം തന്നെ ഈ കാർഡിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായാൽ നാം വീണ്ടും അതിനു വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. ഈ കാർഡ് തന്നെ കാണിച്ചാൽ അത് സ്കാൻ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ നിജസ്ഥിതി ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. കാർഡോ നമ്പറോ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് നൽകിയാൽ ആ സ്ഥാപനത്തിന് തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും കഴിയും. ഒരു കാര്യത്തിനു വേണ്ടി പലവട്ടം വില്ലേജ് ഓഫീസിൽ പോകുന്ന നടപടി ഒഴിവാകും എന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. എല്ലാ വിശദ വിവരങ്ങളും ഒറ്റ നമ്പറിന് കീഴിൽ വരുന്നു. പ്രോപ്പർട്ടി കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ വ്യക്തിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതെല്ലാം തന്നെ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ നടപ്പായിട്ടില്ല. ഇതിൻ്റെ പ്രാരംഭ നടപടികൾക്കായിട്ടുള്ള ഫണ്ട് നീക്കി വച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ വിവരങ്ങൾ കൂടി ഈ പ്രോപ്പർട്ടി കാർഡിനകത്ത് ഉൾപ്പെടുത്തിയേക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ വസ്തുവിനെ സംബന്ധിച്ച് ഒരേ ഒരു കാർഡ് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും സമാഹരിച്ചെടുക്കാനും ആ വിവരങ്ങൾ ആവശ്യമായ മുറയ്ക്ക് നമുക്ക് മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകി നമ്മുടെ കാര്യം നിർവഹിക്കാനും കഴിയും. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യുക.